ഇന്ധനവില വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പാചകവാതക ഗ്യാസിന് പകരം മറ്റെന്ത് എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നുവെന്ന് CMP സംസ്ഥാന സെക്രട്ടറി CN വിജയകൃഷ്ണൻ. ജനദ്രോഹ നടപടിക്കെതിരെ കേന്ദ്ര സർക്കാരിനെതിരെ നടത്തിയ പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നടപടിക്കെതിരെയും പെട്രോൾ ഡീസൽ പാചകവാതക വില വർധനവിനെതിരെയും CMP കോഴിക്കോട് ഏരിയ കമ്മിറ്റി ഇൻകം ടാക്സ് ഓഫീസിനു മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. സംസ്ഥാന സെക്രട്ടറി CN വിജയകൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇന്ധനവില വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ പാചക ഗ്യാസിന് പകരം മറ്റെന്ത് എന്ന് നമ്മൾ മാറി ചിന്തിക്കേണ്ടിയിരിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഏതായാലും നമ്മൾ മാറണം എന്നാണ്. 20 കൊല്ലങ്ങൾക്ക് മുമ്പാണ് ഗ്യാസ് വന്നത്. സിറ്റി സർവീസ് സഹകരണ ബാങ്ക് കോഴിക്കോട് തുടങ്ങിയപ്പോഴാണ് ഗ്യാസ് അന്നത്തെ കോർപ്പറേഷനിലെ ഏകദേശം 10,000 ആളുകൾക്ക് ഒറ്റയടിക്ക് ഗ്യാസ് കണക്ഷൻ കൊടുത്തത്. അതൊരു അത്ഭുതമായിരുന്നു. അത് ക്യൂ നിൽക്കുകയായിരുന്നു. ഒരു ജൂൺ മാസത്തിലാണ് അത് തുടങ്ങിയത് എന്നാണ് എന്റെ ഒരു തോന്നൽ അങ്ങനെയാണ്. പക്ഷെ അതുവരെ വിറക് കൊണ്ടുപോയി കത്തിച്ച് ആയിരുന്നു നമ്മൾ നടത്തിയിരുന്നത്. അതിൽ നിന്നൊക്കെ നമ്മൾ മാറി ഇത് ഗ്യാസൊക്കെ എന്നും നമുക്ക് സുലഭമായി കിട്ടുമെന്ന് നമ്മൾ ധരിച്ചു. നമ്മുടെ ആളുകൾ മുഴുവൻ ഗ്യാസിലേക്ക് പോയി. ഇനി എന്തിലേക്ക് പോകണം എന്ന് ആലോചിക്കേണ്ട ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. ജില്ലാ സെക്രട്ടറി P ബാലഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. A അബ്ദുൽ അസീസ്, കായക്കൽ അഷ്റഫ്, ചാലിൽ മൊയ്തീൻ കോയ, VV രവീന്ദ്രൻ, മനോജ് കുമാർ മേനോത്ത്, സച്ചിൻ പതിയേരി, സുനിത പാലാട്ട്, ഗോപാലകൃഷ്ണൻ, V സജീവ്, ദിനേശ് കുന്നഞ്ചേരി എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. വാർത്തകളിൽ ഒരു ഇടവേള. ക്യാൻസറിനെതിരെ പൊരുതാനായി കാലിക്കറ്റ് സിറ്റി സർവീസ് സഹകരണ ബാങ്കും MVR ക്യാൻസർ സെന്ററും സംയുക്തമായി അവതരിപ്പിക്കുന്ന ക്യാൻസർ ചികിത്സാ സഹായ പദ്ധതിയാണ് മാസ് കെയർ.